ശില്പ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായിരുന്ന ചർച്ചകളൊക്കെ ഒരു ഒരു പരിധി വരെ അടങ്ങി ഇരിക്കുകയാണ്. ഇപ്പം വലിയ ചർച്ചകളൊന്നും അതിനെ തുടർന്ന് നമ്മൾ കേൾക്കുന്നില്ല. പക്ഷെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ വാദവുമായി പുറത്തു വന്നിരിക്കുന്നത്, നമ്മുടെ എന്താ പറയാ നിലപാടുകളിലൂടെയും അല്ലെങ്കിൽ സ്വന്തം കാഴ്ചപ്പാടുകളിലൂടെയൊക്കെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പാർവതി തിരുവോത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അവര് ഈ എന്താ പറയാ അഭിനയ രംഗത്ത് നേരിടേണ്ടി വന്ന കുറെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ അഭിനയിക്കാൻ തുടങ്ങിയ സമയത്തൊന്നും പറയുന്നില്ല. പക്ഷെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ അവർ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവർക്ക് എന്താ പറയാ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ വിമർശനങ്ങളും അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളും ഒക്കെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, അവർക്ക് എന്താ പറയാ അവരവരുടെ ആവശ്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോ, അതും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബാത്റൂം വേണമെന്നുള്ള ആവശ്യം വരെ തുറന്നു പറഞ്ഞ സമയത്ത് അതിന് ആളുകൾ അവരെ കളിയാക്കുകയും അല്ലെങ്കിൽ ഇവര് തുടരെ ആവശ്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരുന്നപ്പം അവരോട് എന്താ പറയാ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളൊക്കെ ഒരു കുടുംബം പോലെയല്ലേ, നമുക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചങ്ങ് പോയാൽ പോരെ. അതായത് എന്തിനും ഏതിനും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയുന്നതൊക്കെ ഒരു അൺവാണ്ടഡ് തിങ് ആണ് എന്നുള്ള രീതിയിലാണ് അതിനകത്ത് തന്നെയുള്ള ആളുകൾ അവരോട് പ്രതികരിച്ചത് എന്നാണ് അവർ പറയുന്നത്. ശില്പ ശ്രദ്ധിച്ചിരുന്നു ഈ വാർത്തകളൊക്കെ? പാർവതി തിരുവോത്ത് എന്ന് പറയുന്നത് ഇപ്പോ ഹേമ കമ്മിറ്റിക്ക് മുൻപും ഹേമ കമ്മിറ്റിക്ക് ശേഷവും എല്ലാം ചർച്ച ചെയ്യപ്പെട്ട ഒരു നടിയാണ് പാർവതി. കാരണം അനുപമ പറഞ്ഞതുപോലെ തന്നെ പാർവതിയുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും അത് ആരായാലും മുഖത്ത് നോക്കി പറയുക എന്നുള്ള ഒരു സ്വഭാവം പാർവതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പാർവതിക്ക് ഹേറ്റേഴ്സിന്റെ എണ്ണം കുറച്ച് കൂടുതലുമാണ് എന്നുള്ളതാണ്. കാരണം പാർവതിക്ക് എന്താ പറയാ അഹങ്കാരമാണ്, അല്ലെങ്കിൽ പാർവതി എന്ന് പറയുന്നത് എന്താ പറയാ വളരെ ജാടയുള്ള ഒരു സ്ത്രീയാണ് എന്ന രീതിയിലൊക്കെയാണ് പാർവതിനെ പോർട്രേ ചെയ്ത് വെക്കുന്നത്. ഒപ്പം തന്നെ പാർവതിക്ക് വരുന്ന സിനിമകളുടെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ മികച്ച ഒരു നടിയാണ്. എന്നുവെച്ചാൽ ഉള്ളൊഴുക്ക് പോലെയുള്ള സിനിമകളിലൊക്കെ ഉർവശിക്കൊപ്പം നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെച്ച ഒരു സ്ത്രീയാണ് പാർവതി. പക്ഷെ പാർവതിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് നമുക്കറിയാം വളരെയധികം കുറവാണ്. ഇനി പാർവതി സെലക്റ്റീവ് ആകുന്നത് കൊണ്ടാണോ അതോ വേഷങ്ങൾ തേടി വരാത്തത് കൊണ്ടാണോ എന്നുള്ളതൊരു ചോദ്യമാണ്. അത് പാർവതി തന്നെ പറയേണ്ടതുമാണ്. എന്നാലും അവർക്കൊരു തഴയൽ സിനിമാ മേഖലയിലുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുള്ള ബേസിക് കാരണം എന്ന് പറയുന്നത് പാർവതിയുടെ ഈ പ്രതികരണാത്മക മനോഭാവം തന്നെയായിരിക്കാം. കാരണം എന്ത് കണ്ടാലും അത് തുറന്നു പറയാൻ കാണിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അത് നല്ലൊരു സ്വഭാവമാണ്. കാരണം തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയുക എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ തന്റെ നിലനിൽപ്പ് പോലും നോക്കാതെ അത് പറയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അവൾ അഭിനന്ദിക്കേണ്ട ഒരു സ്വഭാവം തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് പാർവതി ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് WCC എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ WCC എന്ന് പറയുന്ന ഒരു സംഘടന എങ്ങനെയാണ് 16 പേരടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് WCC എന്ന് പറയുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സംഘടനയായി മാറിയത് എങ്ങനെയാണ്? അതിന്റെ തുടക്കം മുതലേ ഉള്ള ഒരാളാണ് പാർവതി എന്ന് പറയുന്നത്. നമ്മുടെ അതിജീവിതയുടെ പ്രശ്നം വന്ന കാലഘട്ടത്തിലാണ് ഈ WCC എന്ന് പറയുന്ന സംഘടന നിലവിൽ വരുന്നത്. അന്ന് തികച്ചും പരസ്പരം സങ്കടങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങിയ ഒരു 16 അംഗ വാട്സപ്പ് ഗ്രൂപ്പ് ഇന്ന് എന്താ പറയാ സിനിമാ മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിച്ച, അല്ലെങ്കിൽ വളരെയധികം വിപ്ലവം സൃഷ്ടിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലത്തെ ഒരു റിപ്പോർട്ട് കൊണ്ടുവരുന്നതിൽ നിന്ന് അത്രയും പ്രഷർ കൊടുത്തിട്ടുള്ള ഒരു പാർട്ടാണ് WCC എന്ന് പറയുന്നത്. പലവട്ടവും അവർ സംശയത്തിന് നിഴലിലും എനിക്ക് തോന്നുന്നു ചോദ്യശരങ്ങൾക്ക് മുന്നിലൊക്കെ പകച്ചു നിൽക്കേണ്ടി WCCക്ക് വന്നിട്ടുണ്ടെങ്കിലും അവരില്ലായിരുന്നെങ്കിൽ ഈ ഹേമ കമ്മിറ്റി ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരികയോ ഒന്നും ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ്. പണ്ടത്തെ പോലെ തന്നെ സിനിമാ മേഖലയിൽ വീണ്ടും സ്ത്രീകൾ ക്രൂശിക്കപ്പെടേണ്ട ഒരാവശ്യകത നിലനിന്നേനെ. അപ്പോ അതിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു തൂണെന്ന നിലയിൽ നമ്മൾ പാർവതിയെ കാണുന്നുണ്ട്. പാർവതി തന്നെ പറയുന്നുണ്ട് ഈ അതിജീവിതയുടെ പ്രശ്നം, അല്ലെങ്കിൽ അവര് ഇപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു അസോൾട്ട് നേരിടേണ്ടി വന്നു, അപ്പം അതിനെ തുടർന്ന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ തുറന്നു പറയണ്ട, അല്ലെങ്കിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ എനിക്കെതിരെ ആളുകൾ പ്രവർത്തിക്കും എന്നൊക്കെ കരുതി അവരന്ന് മിണ്ടാതിരുന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ കാണുന്ന എന്താ പറയാ ഒരു ജനനം പോലും സംഭവിക്കില്ലായിരുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പാർവതി തന്നെ പറയുന്നുണ്ട്. അവരതല്ല, എനിക്ക് നേരിട്ടത് എല്ലാവരും അറിയണം, ഞാൻ ഇരയാണ്, അല്ലാതെ ഞാനല്ല പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആൾ, അതുകൊണ്ട് എനിക്ക് അവിടെ എന്താ പറയാ ലജ്ജിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എനിക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നതുകൊണ്ടാണ് അവർ അന്ന് അതിനെതിരെ പോരാടിയതും ലോകത്തോട് തന്നെ തുറന്നു പറഞ്ഞതും. ഞാൻ ഇങ്ങനെ അതിക്രമത്തിന് ഇരയായി, എനിക്ക് നീതി കിട്ടണം, എനിക്ക് ന്യായം വേണം, എന്റെ പക്ഷത്താണ് ന്യായം, അതുകൊണ്ട് എനിക്ക് നീതി ലഭിച്ചേ മതിയാവൂ എന്നത് അവർ അന്ന് തുറന്നു പറഞ്ഞ് അന്ന് അവർ പോരാട്ടം ആരംഭിച്ചത് കൊണ്ടാണ്
എന്താ പറയാ ഈ ഒരു സംഘടന തന്നെ നിലവിൽ വന്നതും, അന്ന് ശില്പ പറഞ്ഞ പോലെ ഈ ഒരു 16 അംഗങ്ങൾ ഇരുന്ന് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറയുക, അല്ലെ എനിക്കിങ്ങനെ ആയി നിനക്ക് അങ്ങനെയായി, അതല്ലാതെ അതിനപ്പുറത്തേക്ക് അതൊരു സംഘടനയായി രൂപീകരിക്കപ്പെട്ടതും അതിനകത്ത് എന്താ പറയാ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ആരംഭിച്ചതും ഒക്കെ ഒരു വലിയ മാറ്റമായിരുന്നു. നമുക്കറിയാം നമ്മളെല്ലാവരുടെയും അല്ലെങ്കിൽ എവിടെയായാലും നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നവരെന്നും റിബലായി മാറും. അതെവിടെയായാലും ഏത് ജോലി സ്ഥലത്തായാലും അഭിനയത്തിൽ മാത്രമെന്നല്ല എവിടെയായാലും. അപ്പം അത്തരമൊരു എന്താ പറയാ അന്തരീക്ഷം നിലനിൽക്കവയും അവരവരുടെ ആവശ്യങ്ങൾ അവിടെ ഒന്നും അടിപതറാതെ അവരവരുടെ ആവശ്യങ്ങൾ വീണ്ടും തുറന്നു പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് പാർവതി തന്നെ പറയുന്നുണ്ട്, ബാത്റൂം ഇല്ലാതിരുന്ന സമയത്ത് അവർ ബാത്റൂമിന് വേണ്ടി എന്താ പറയാ അത്യന്തം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു, അത് വേണം. അപ്പൊ ബാത്റൂം പാർവതി എന്നുള്ള വിളിപ്പേര് വരെ അവർക്ക് ലഭിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ബാത്റൂം അനുവദിച്ച് കിട്ടി. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് അവർ പറയുന്നുണ്ട്. എന്താണ് സിനിമ ഇൻഡസ്ട്രിയിൽ പ്രോസ്ട്രേറ്റ് പ്രശ്നങ്ങൾ കാരണം അത് അവരുടെ കൂടി ആവശ്യമായതുകൊണ്ട് അത് പ്രാബല്യത്തിൽ വന്നു. അതല്ല ഞങ്ങൾ സ്ത്രീകൾ മാത്രമായിട്ട് ഉന്നയിച്ചതായിരുന്നുവെങ്കിൽ, ഞങ്ങൾ കുറച്ച് നടിമാര് മാത്രം ഉന്നയിച്ചതായിരുന്നുവെങ്കിൽ അത് നടക്കില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു നടി ശോഭനയാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പണ്ട് സിനിമാ സെറ്റുകളിലേക്ക് വരുമ്പോ എവിടെ ഏത് മറയിൽ ഒരു മരമോ മറയോ മതിലോ ഉണ്ടായിരുന്നു, ഇന്നിവിടെ കാരവാന്റെ പേരിൽ അടി നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ബൈറ്റ് കൊടുത്തിട്ടാണ്. അവിടെ എന്താണ് അതിൽ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. പക്ഷെ അന്നത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. കാരണം ഒരു സ്ത്രീക്ക് ഒരു മരത്തിന്റെയോ അല്ലെങ്കിൽ ഒരു മതിലിന്റെയോ മറവിൽ നിന്ന് ഡ്രസ്സ് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. പക്ഷെ ഇന്ന് കാലങ്ങൾ കഴിഞ്ഞിട്ടും അതിന് തക്കതായ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഡ്രസ്സ് മാറാൻ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല, തുണികൾ പൊക്കി പിടിച്ചുകൊണ്ട് ഡ്രസ്സ് മാറേണ്ട സാഹചര്യം ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം മോശകരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇപ്പോ ആണുങ്ങൾക്ക് വേണ്ടി കാരവാനും പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ കൊടുക്കാൻ ഇവർ തയ്യാറാണ്. അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഡ്രസ്സ് മാറാൻ അത്ര വലിയ സംവിധാനങ്ങൾ ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ അത് സ്ത്രീകളെ സംബന്ധിച്ചത് അങ്ങനെയല്ല. ആണുങ്ങൾ ഇപ്പൊ തുണിയിലാണ്ട് നിന്നാലും കൂടി പോയി 10 പേര് നോക്കുമായിരിക്കും. പക്ഷെ സ്ത്രീകൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വിപ്ലവം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടത്തക്ക രീതിയിലുള്ള പരിഗണനകളൊന്നും സിനിമാ മേഖല എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മോഡലാക്കി എടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും ഒരു പോയിന്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന താരപരിവേഷമല്ല ഈ സിനിമാ സെറ്റുകളിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നവരല്ല ഈ സിനിമാ സെറ്റുകളിൽ നമ്മൾ കാണുന്നവർ എന്ന് പറയുന്നത് വലിയൊരു മാറ്റം തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഈ ഹേമ കമ്മിറ്റി നമുക്ക് തുറന്നു കാണിച്ചു തന്നത് മിന്നുന്നതൊന്നും പൊന്നല്ല. എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന ആദ്യ വരികളിൽ ഒന്നാണ് അത്. എല്ലാം എന്തൊക്കെ ഷൈൻ ചെയ്യുന്നു അതിനെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അത് വളരെ വ്യക്തമായി തന്നെ എവിഡന്റ് ആയി നമുക്ക് കാണിച്ചു തന്ന ഒരു സംഭവമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സോ അതിന്റെ ഭാഗം എന്ന നിലയ്ക്ക് പാർവതി തിരുവോത്താണെങ്കിലും നീ നമ്മൾ പറഞ്ഞ അതിജീവിത ശരിയാണ്, അതിജീവിതം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം പാർവതി തന്നെ പറയുന്നുണ്ട് പാർവതിക്ക് ഇത്തരത്തിലുള്ള ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്, അത് പാർവതി സിനിമയാക്കും. വൈകാതെ പാർവതി നേരിട്ട എല്ലാ പ്രശ്നങ്ങളും പാർവതി സിനിമയാക്കി ഡയറക്റ്റ് ചെയ്ത് ഇറക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കംപ്ലൈന്റ് ഹേമ കമ്മിറ്റിയോട് പറഞ്ഞു എന്ന് പാർവതി പറയുന്നുണ്ട്. പക്ഷെ പാർവതി അതിന് മുൻപ് എവിടെയും അതിനെക്കുറിച്ച് പറഞ്ഞതോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പം പാർവതിക്ക് പോലും ഒരു പോയിന്റിൽ ഇല്ലാതിരുന്ന ധൈര്യമാണ് അതിജീവിത എന്ന് പറയുന്ന ആ നടി കാഴ്ചവെച്ചത്. അപ്പോൾ ആ ഒരു ധൈര്യത്തിന് പുറത്തു തന്നെയാണ് ഇത്രയും സ്ത്രീകൾ പുറത്തു വന്നതും ഇത്രയും പ്രശ്നങ്ങൾ പുറത്തേക്ക് വന്നതും ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയതും. അല്ലെങ്കിൽ മറ്റ് സിനിമാ മേഖലകൾ, മറ്റ് ഭാഷകളിലുള്ള സിനിമകളിൽ വരെ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ വരെ ഈ കേരളത്തിന്റെ സിനിമാ മേഖലയെ കുറിച്ചും ഹേമ കമ്മിറ്റിയെ കുറിച്ചും അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു അമ്മ എന്ന് പറയുന്ന അത്രയും വലിയൊരു ഓർഗനൈസേഷന്റെ ഒരു ഫുൾ കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടാൻ തക്ക പ്രകാരം ഉണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് എന്നുള്ളതാണ്. അത് ചെറിയൊരു കാര്യമല്ല. നമ്മള് ലാലേട്ടനാണെങ്കിലും ഇനിയിപ്പോ അതിലുണ്ടായിരുന്ന മറ്റു മെമ്പേഴ്സ് ആണെങ്കിലും നമ്മൾ അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവർക്ക് ഒന്നും പറയാണ്ട് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി. അത് നല്ല കാര്യമാണെന്നല്ല, പക്ഷേ അത് അതിന്റെ ഒരു പ്രഹരമാണ്. സ്ത്രീകളെ കൊണ്ട് ഇത് സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ലാത്തവരല്ല സ്ത്രീകൾ. അവരുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന കാര്യങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം പരിഗണന ലഭിക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കി കൊടുത്ത ഒരു വിഷയമായിട്ടാണ് ഞാൻ ഈ ഹേമ കമ്മിറ്റിയെയും ഇപ്പൊ അമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയും കാണുന്നത് എന്നുള്ളത്. അവർക്ക് തിരിച്ചു പറയാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പറയാൻ പറ്റുമായിരുന്നു. അതിനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും ഒന്നും പറയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അവരെ എല്ലാരെയും എന്താ പറയാ നിശബ്ദരാക്കി കളഞ്ഞു. ഈ ഒരു ഇവരുടെ പറഞ്ഞു കൂടുതൽ വഷളാക്കാൻ നിൽക്കാതെ ഇറങ്ങിയതായിരിക്കാം. കാരണം ഇതിന്മേൽ എന്താണ് പറയുക എന്നുള്ളതാണ്. കാരണം ഇത്രയും പേർ കൃത്യമായ ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് മൊഴി കൊടുക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾ തങ്ങൾക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തങ്ങൾ നേരിടേണ്ടി വന്നു. നടന്മാരുടെ പേരെടുത്തു പറയുകയാണ്.
പിന്നീട് കുറെ പേര് അതിൽ കേസുമായി മുന്നോട്ട് വരികയാണ്. ആലോചിച്ചു, സിദ്ദിഖിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേത് നടന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്നയാൾ ഇന്ന സമയത്ത് എന്ന രീതിയിൽ പറഞ്ഞു വരുമ്പോ പിന്നെ അവിടെ എന്താണ് ചോദ്യം ചെയ്യുക എന്നുള്ളതുണ്ട്. എനിക്ക് തോന്നുന്നു നിവിൻ പോളിയെ പോലെ 1-2 പേർ പുറത്തു വന്ന് സംസാരിച്ചതല്ലാതെ വേറൊരാൾക്കും അതിൽ മിണ്ടാൻ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരാളും മൈക്കുകളെ പേടിച്ച് ഓടുകയായിരുന്നു എന്നുള്ളതാണ്. സോ അത്രത്തോളം എന്താ പറയാ വായടപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്.